നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള 3 വ്യത്യസ്ത രുചികളിലുള്ള 3 ഡ്രിങ്ക്സ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് 3 ഡ്രിങ്ക്സും കഴിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിന്ന് തണ്ണിമത്തൻ വെച്ചിട്ട് 3 വ്യത്യസ്ത രുചികളിലുള്ള 3 ഡ്രിങ്ക്സ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ തണ്ണിമത്തങ്ങ, അപ്പോൾ അധികം കുരുയില്ലാത്ത തണ്ണിമത്തങ്ങ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പകുതി തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ചെറുതായിട്ട് പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പോളം തണ്ണിമത്തങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല തണുത്ത തണ്ണിമത്തങ്ങ ആട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ് പീസാക്കിയതിന് ശേഷം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. തണ്ണിമത്തൻ്റെ മധുരം കൂടി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ പഞ്ചസാര ചേർത്തിട്ട് ആദ്യം തന്നെ ഈ പഞ്ചസാരയും തണ്ണിമത്തനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഉടച്ച് കൊടുക്കാം ടീസ്പൂൺ വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ തണ്ണിമത്തൻ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നോക്കിയാൽ തന്നെ കാണാം തണ്ണിമത്തനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രിങ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പാലാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരുന്നത്, 1 കപ്പാണ് എടുത്തിരുന്നത്. അത് നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് പാലാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരം നിങ്ങൾ ഈ മിക്സ് ചെയ്തതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് ഞാൻ നല്ല പോലെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തണുത്ത് ഡ്രിങ്ക്സ് ആയിട്ട് കുടിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഐസ് ഞാൻ നല്ലപോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ തണ്ണിമത്തനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ, അതില്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമായി പോകും കേട്ടോ നമ്മുടെ ഐസ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല തണുത്തിരിക്കുമ്പോഴാണ് ഈ ഡ്രിങ്ക്സൊക്കെ കഴിക്കുമ്പോഴും അതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് മധുരം ഒന്ന് നോക്കാം കേട്ടോ. മധുരം കുറവുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് കറക്റ്റ് മധുരമായിരുന്നു, അത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 2 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഈ ഡ്രിങ്ക്സ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം റോസ് വാട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ റോസ് വാട്ടറിന് പകരമായിട്ട് റോസ് എസൻസ് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അതേപോലെ തന്നെ ഇത് രണ്ടും ഇല്ലെങ്കിൽ വാനില എസൻസ് ഉണ്ടല്ലോ, അത് ഒരു 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതിയാകും. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടില്ലേ ഇത്. അപ്പോൾ എല്ലാവരും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. പാലും തണ്ണിമത്തനും വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ തണ്ണിമത്തൻ വെച്ചിട്ടൊരു ലൈമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്, അതില്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ പീസ് തണ്ണിമത്തൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്, ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മധുരം നിങ്ങളുടെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ അടിച്ചെടുക്കാം.
അപ്പോൾ ഞാൻ തണുത്ത വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ലൈമ് ഞാൻ നല്ല പോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് അരിച്ചു വയ്ക്കണം. കാരണം നാരങ്ങയുടെ കൊറ്റനൊക്കെ ഉള്ളത് കാരണം നമ്മൾ കുടിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈമ് നല്ലപോലെ അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക്. അപ്പോൾ ഞാനൊരു 2-3 ഐസ് ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന തണ്ണിമത്തൻ വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന നമ്മുടെ സെക്കൻഡ് റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അവസാന റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ തണ്ണിമത്തൻ വെച്ചിട്ട് നമ്മുടെ മൂന്നാമത്തെ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ പീസസ് ഒരു 2 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുവൊന്നും വീഴാതെ പിഴിഞ്ഞൊഴിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നാരങ്ങ കൂടി നമ്മൾ തണ്ണിമത്തനിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഞാൻ നല്ലപോലെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു കപ്പിൽ ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നല്ലപോലെ നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ജ്യൂസ് ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ലൂസായിട്ടാണ് നമ്മൾ ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തണ്ണിമത്തങ്ങ കുരുവൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തണ്ണിമത്തങ്ങ പീസായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഡ്രിങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൂന്നാമത്തെ ഡ്രിങ്കും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള വ്യത്യസ്ത രുചികളിലുള്ള 3 ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. 3 നല്ല ടേസ്റ്റിലുള്ള ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്ക്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് തണ്ണിമത്തങ്ങ ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്